ഹലോ എവരി വൺ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ IT ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ 2022 പുതിയ കേസ് നോട്ട് അനുസരിച്ച്. ഓൾമോസ്റ്റ് എല്ലാ കേസ് നോട്ടിലും, അതായത് ഒരു 90% നിങ്ങൾ 2022 കേസ് നോട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ OET ലെറ്ററിൻ്റെ ഒരു സ്പെസിഫിസിറ്റി ഉണ്ട്. അതിനകത്ത് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് പേഷ്യൻറ്റിന് പണ്ട് എന്തോ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ആ കണ്ടീഷൻ ഇപ്പം കുറച്ച് വേഴ്സൻഡ് ആയിട്ട് ഉണ്ട്. അപ്പോൾ ഇപ്പോഴും ആ കണ്ടീഷൻ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ്റെ സമയത്ത് പുതിയൊരു കണ്ടീഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും ഉള്ള ഒരു കൺഫ്യൂഷനാണ്, എങ്ങനെ വേണം നമ്മൾ പ്രസന്റ് മെഡിക്കൽ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം രണ്ട് കണ്ടീഷനുണ്ട്. പ്രസന്റേഷൻ്റെ സമയത്ത്, അതായത് പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന സമയത്ത് സയൻസ് ആൻഡ് സിംറ്റംസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻ്റെയും സയൻസ് ആൻഡ് സിംറ്റംസ് കാണും. അപ്പോൾ ചിലർക്കുള്ള കൺഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻ്റെയും സയൻസ് ആൻഡ് സിംറ്റംസ് എഴുതിയിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും ഡയഗ്നോസ്റ്റിക് വാല്യുവേഷൻസും മാനേജ്മെൻറ്റും ഒരുമിച്ച് എഴുതിയാൽ മതിയോ, അതോ അത് രണ്ടായിട്ട് എഴുതണോ, അതോ ഇതിനെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസ് നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു ടൈമിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റും. എല്ലാ ടൈമിലും നമ്മൾ എക്സാം ഹാളിലിരിക്കുമ്പം ഈ ഒരു കാര്യം തിങ്ക് ചെയ്ത് തന്നെ നമുക്ക് കുറേ ടൈം പോകും. സോ അതിൻ്റെയൊക്കെയുള്ള ഒരു ആൻസർ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസ്, അതായത് നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞുകൊണ്ട് നോക്കുക, ആ കേസ് നോട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഒരു കണ്ടീഷൻ തന്നെ ഇരിക്കട്ടെ, ആ കണ്ടീഷൻ പണ്ട് മുതലേ തുടങ്ങിയതാണ്. അപ്പോൾ പണ്ട് മുതലേ തുടങ്ങിയതാണ്, അത് ഇപ്പോഴും എങ്ങനെ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം. പ്രസന്റ് മെഡിക്കൽ പാരഗ്രാഫ് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എഴുതുക. എക്സാമ്പിൾ പേഷ്യൻ്റെ പേര് മിസ്റ്റർ ജോൺസൺ എന്നാണെങ്കിൽ, അതായത് സർനെയിം ജോൺസൺ എന്നാണെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, മിസ്റ്റർ ജോൺസൺ ഹാസ് ഹാഡ്. ഇപ്പോൾ എക്സാമ്പിൾ പേഷ്യൻ്റ് പാർക്കിൻസൺ ഡിസീസ് ആണ്, ഇപ്പം വേഴ്സൻ്റെ പാർക്കിൻസൺ ഡിസീസ് ആണ് ഉള്ളത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, മിസ്റ്റർ ജോൺസൺ ഹാസ് ഹാഡ് പാർക്കിൻസൺ ഡിസീസ് സിൻസ് 2020 ആൻഡ് ഓൺ. ഇപ്പം മെഡിക്കേഷൻസ് എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആ മെഡിക്കേഷൻസും അവിടെ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഇനി അൽഷിമേഴ്സ് ഡിസീസ് ഉണ്ട്, പേഷ്യൻ്റ് 2020 മുതൽ അൽഷിമേഴ്സ് ഡിസീസ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം വേഴ്സൻ്റെ സിംറ്റംസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ആ വേഴ്സൻ്റെ സിംറ്റംസ് ആയിട്ടാണ് പേഷ്യൻ്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി, അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് ഹോമിലേക്ക് നമ്മൾ പേഷ്യൻറ്റിനെ ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് സെൻഡ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും അതുപോലെ തന്നെ എഴുതാം. അതായത് മിസ്റ്റർ ജോൺസൺ ഹാസ് ഹാഡ് അൽഷിമേഴ്സ് ഡിസീസ് സിൻസ് 2020 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഇപ്പോൾ പേഷ്യൻ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി കെയറിൻ്റെ അണ്ടറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം ആൻഡ് ഹാസ് ബീൻ അണ്ടർ അവർ നഴ്സിംഗ് കെയർ സിൻസ് ദെൻ എന്ന് എഴുതിയാൽ മതി. കാരണം അന്ന് മുതലേ ഞങ്ങളുടെ നഴ്സിംഗ് കെയറിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിൻ്റെ അണ്ടറിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ആദ്യത്തെ ഒരു സെൻറ്റൻസ്, അതായത് ആ കേസ് നോട്ടിൽ ആദ്യം തന്നെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ യു ആർ ദ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. മോസ്റ്റ്ലി എല്ലാ ലെറ്റേഴ്സിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഫിക്സ് ചെയ്യുക, അത് നിങ്ങളാണ്. പിന്നീട് എപ്പോഴെങ്കിലും ഈ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിൻ്റെ പേര് വരുന്നുണ്ടെങ്കിൽ അത് പിന്നീട് നമ്മൾ എടുത്തെഴുതരുത്, കാരണം അത് നമ്മുടെ ഇതാണ്. അപ്പം നമുക്ക് അവിടെ അണ്ടർ അവർ നഴ്സിംഗ് കെയർ എന്ന് എഴുതിയാൽ മതി. അപ്പം ഇതുപോലെ ഇപ്പോൾ എഴുതണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് അൽഷിമേഴ്സ് ഡിസീസ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ പേഷ്യൻ്റ് നമ്മുടെ നഴ്സിംഗ് അണ്ടറിലാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, മിസ്റ്റർ ജോൺസൺ ഹാസ് ഹാഡ് അൽഷിമേഴ്സ് ഡിസീസ് സിൻസ് 2020 ആൻഡ് ഹാസ് ബീൻ അണ്ടർ അവർ നഴ്സിംഗ് കെയർ സിൻസ് ദെൻ എന്ന് എഴുതിയാൽ മാത്രം മതി. അതാണ് നമുക്ക് തുടങ്ങാൻ പറ്റുന്നത്. അതായത് ഒരു കണ്ടീഷൻ മാത്രമേ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രസന്റ് മെഡിക്കൽ പാരഗ്രാഫിനെ ആദ്യം തന്നെ ഇങ്ങനെ എഴുതുക. അത് കഴിഞ്ഞിട്ട് എങ്ങനെ തുടങ്ങണം, അതും ചിലർക്ക് കൺഫ്യൂഷനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, കാരണം പഴയൊരു കാര്യമാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത്. കുഴപ്പമില്ല, അപ്പം നമുക്ക് ഇങ്ങനെ തുടങ്ങിയാൽ മതി. റീസൺലി കോമ. ഇപ്പം എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയേണ്ടത് 8 ജാനുവരി 2022 ആണ് പേഷ്യൻ്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയത്. അപ്പോൾ അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം, റീസൺലി ഓൺ 8 ജാനുവരി 2022 കോമ ഹി പ്രസന്റഡ്, അല്ലെങ്കിൽ ഹി വാസ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ വിത്ത് ദ കംപ്ലയിൻസ് ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതിയാൽ മതി. അപ്പോൾ അതിന് കണ്ടിന്യൂഷൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡയഗ്നോസ്റ്റിക് വാല്യൂഷൻ, പിന്നെ മാനേജ്മെൻറ്റ്, പിന്നെ എന്തൊക്കെയാണോ അത് നമ്മൾ കണ്ടിന്യൂഷൻ ആയിട്ട് എഴുതി പോകാം. അപ്പോൾ അവിടെ എഴുതുന്നതിൽ ആർക്കും ഒരു കൺഫ്യൂഷൻ വരത്തില്ല. ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നത്. സോ ഞാൻ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കണ്ടീഷൻ, അതായത് പഴയ ഒരു കണ്ടീഷൻ, പേഷ്യൻറ്റിന് പല വർഷങ്ങളായിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്. ആ ഒരു കണ്ടീഷൻ്റെ വേഴ്സൻ്റെ സിംറ്റംസിനെ കുറിച്ചാണ് നിങ്ങളിപ്പോൾ പറയാൻ പോകുന്നത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേഴ്സൻഡ് ആവാം, എക്സാസർവേഷൻ ആവാം, അതെങ്ങനെ വേണമെങ്കിലും ആകാം. അപ്പോൾ അല്ലെങ്കിൽ അത് ചിലപ്പം ഒത്തിരി ക്രോണിക്കായി മാറിയിരിക്കും. എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ബട്ട് പണ്ട് മുതലേ ഉള്ള ഒരു കേസ് ആയിരിക്കണം. അതിപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാസ് ഹാഡ് നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഹാസ് ഹാഡ് പ്രസന്റ് മെഡിക്കൽ പാരഗ്രാഫിൻ്റെ ആദ്യമേ തന്നെ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ പേഷ്യൻ്റെ നെയിം എഴുതുക, ഹാസ് ഹാഡ് ഇന്ന കണ്ടീഷൻ സിൻസ് ഇന്ന വർഷം ഇനി എന്തെങ്കിലും മെഡിക്കേഷൻ പോകുന്നുണ്ടെങ്കിൽ ആൻഡ് ഓൺ ഇന്ന മെഡിക്കേഷൻ എഴുതിയാൽ മതി.
ഓക്കെ, അതുപോലെ തന്നെ ഇതേ ഒരു രീതി തന്നെ വേറൊരു സംഭവം വരുന്നുണ്ട്. നമുക്ക് പറയണം പേഷ്യൻ്റ്, ഇപ്പം നമ്മൾ വേറെ ഒരു കണ്ടീഷനെ കുറിച്ചാണ് ഇന്നത്തെ ലെറ്ററിൽ എഴുതാൻ പോകുന്നത്. ബട്ട് പേഷ്യൻറ്റിന് നമ്മൾ എന്തിനു വേണ്ടിയാണ് പേഷ്യൻറ്റിൻ്റെ വീട്ടിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സായിട്ട് പോകുന്നത്, ഹോം വിസിറ്റ് എന്തിനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് വരുന്നുണ്ട്. അതും നമ്മുടെ പ്രസന്റ് മെഡിക്കൽ പാരഗ്രാഫിൻ്റെ ആദ്യം തന്നെയാണ് എഴുതേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ, പേഷ്യൻറ്റിന് ഷീസോഫീനിയ ഉണ്ട്. അപ്പോൾ ആ ഷീസോഫീനിയയുടെ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യാനും ഒരു മോണിറ്ററിങ്ങിനും വേണ്ടി നമ്മൾ വീക്ക്ലി വൺസ് പേഷ്യൻറ്റിൻ്റെ വീട്ടിൽ ഹോം വിസിറ്റിന് പോകുന്നുണ്ട്. അത് 2010 മുതൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പറയണം. അപ്പോൾ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ സെൻറ്റൻസിൽ ഒറ്റ സെൻറ്റൻസിലോട്ട് എഴുതേണ്ടതേ ഉള്ളൂ. അതായത് ഇപ്പം പേഷ്യൻ്റെ പേര് ജോർജ് എന്നാണെന്നുണ്ടെങ്കിൽ മിസ്റ്റർ ജോർജ് ഹാസ് ഹാഡ്, ഇപ്പം നമ്മളിപ്പോൾ പറയേണ്ടത് ഷിസോഫീനിയ ആണെന്നുണ്ടെങ്കിൽ ഹാസ് ഹാഡ് ഷിസോഫീനിയ സിൻസ് 2010 ആൻഡ് ഹാസ് ബീൻ അണ്ടർ അവർ നഴ്സിംഗ് കെയർ സിൻസ് ദെൻ, അല്ലെങ്കിൽ ആൻഡ് ഹാസ് ബീൻ അണ്ടർ അവർ നഴ്സിംഗ് കെയർ എന്ന് എഴുതിയാലും മതി. എന്നിട്ട് നമുക്ക് എഴുതാൻ ഡ്യൂറിങ് ടുഡേയ്സ് ഹോം വിസിറ്റ്. അപ്പം അണ്ടർ അവർ നഴ്സിംഗ് കെയർ എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അണ്ടർ അവർ റെഗുലർ ഹോം വിസിറ്റ് വീക്ക്ലി വൺസ്, അല്ലെങ്കിൽ റെഗുലർ വീക്ക്ലി വൺസ് ഹോം വിസിറ്റ് സിൻസ് ദെൻ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അന്ന് മുതലേ ഇന്ന് വരെയും നമ്മൾ വീക്ക്ലി വൺസ് പേഷ്യൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. എന്തിനാണെന്ന് അവിടെ സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് എഴുതാം. ഫോർ ദി ഇഞ്ചക്ഷൻ, ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ എഴുതാം. അല്ലെങ്കിൽ ആൻഡ് ഫോർ മോണിറ്ററിങ് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ഫോർ ദ ഫോളോ അപ്പ് എന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എഴുതിയാൽ മതി ഡ്യൂറിങ് ദ വിസിറ്റ്, ഡ്യൂറിങ് ദ റീസൺ വിസിറ്റ് ഓൺ എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യം മനസ്സിലായി. അതേപോലെ നമ്മൾ ഈ ഒരു കാര്യം പറയാതെ, അതായത് നമ്മൾ ഈ പേഷ്യൻറ്റിന് ഈ ഒരു വിസിറ്റിന് വേണ്ടി എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് പറയാതെ ടുഡേയ്സ് ഹോം വിസിറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യരുത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലി നിങ്ങൾ അതിന് തിങ്ക് ചെയ്ത് നോക്കിക്കേ. നിങ്ങളാണ് പേഷ്യൻറ്റിനെ റിസീവ് ചെയ്യുന്ന റീഡർ. അപ്പം അവർ എഴുതുന്ന ഒരു ലെറ്ററിൽ ടുഡേയ്സ് ഹോം വിസിറ്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പം അതൊരു ക്ലാരിറ്റി ഇല്ല. അപ്പം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ആ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, ആ പേഷ്യൻ്റ് എന്തെങ്കിലും പാസ്റ്റ് മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടോ, എന്തോ ഒരു കണ്ടിന്യൂവേഷൻ, ഒരു ഫോളോ അപ്പ് കെയർ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആ ഒരു റീഡറിൻ്റെ മനസ്സിലുണ്ടാവാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ഡൗട്ട്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ക്ലിയർ ആയിട്ട് നമ്മളിത് എഴുതുന്നത്. പക്ഷേ ഒത്തിരി എലാബറേറ്റഡ് ആയിട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഒരു സിമ്പിളായിട്ട് ഒറ്റ ഒരു സെൻറ്റൻസിൽ എഴുതേണ്ട ആവശ്യമുള്ളൂ. അതാണ് നമ്മുടെ പഴയ കണ്ടീഷൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇന്നത്തെ കേസ് നോട്ടിൽ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് അവിടെ സ്പെസിഫൈ ചെയ്ത് എഴുതുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്. ഇനി ഇതല്ലാതെ വേറൊരു സിനാരിയോ ഉണ്ട്. അതായത് രണ്ട് കണ്ടീഷൻസ്. ഒരു കണ്ടീഷൻ പണ്ട് മുതലേ ഉള്ള കണ്ടീഷനാണ്, അതിൻ്റെ എക്സസർപ്പേഷനാണ് ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ എക്സസീവ് അല്ലെങ്കിൽ വേഴ്സൻ്റെ സിംറ്റംസ് ആണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ പേഷ്യൻ്റ് വന്ന സമയത്ത് വേറെ എന്തോ ഒരു പുതിയൊരു കണ്ടീഷനും കൂടെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അതിന് വേണ്ടിയുള്ള മാനേജ്മെൻറ്റും പോകുന്നുണ്ട്. ഈ രണ്ട് കണ്ടീഷനും ഒരുപോലെ നമ്മുടെ കേസ് നോട്ടിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ടും എഴുതേണ്ടതായിട്ടുണ്ട്. ചില സ്റ്റുഡൻസിന് പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു കണ്ടീഷൻ മാത്രം എഴുതും, മറ്റേ കണ്ടീഷൻ അങ്ങനെ അവോയ്ഡ് ചെയ്യും. അപ്പം നമുക്ക് മാർക്ക് അവിടെ പോകും, ബി സ്കോർ കിട്ടത്തില്ല ആക്ച്വലി. ബിക്കോസ് പേഷ്യൻറ്റിന് ആ രണ്ട് കണ്ടീഷൻസും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പം പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ഇടയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയുണ്ട്, പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് തന്നെ ഡിസിനസ് ആയിട്ട് പേഷ്യൻ്റ് അഡ്മിറ്റ് ആയപ്പോൾ കുറച്ച് ഇഞ്ചുറി ഒക്കെ കണ്ടു. അപ്പോൾ ആ ഇഞ്ചുറിക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടുത്തെ ആ ഡിസിനസ്സിന് കാരണമായത് ഹൈപ്പോടെൻഷൻ ആണെന്ന് അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈപ്പോടെൻഷനും ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അവിടെ ഇഞ്ചുറിക്കും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ചില സ്റ്റുഡൻസ് അവിടെ ഇഞ്ചുറി മാത്രം എഴുതിയിട്ടുണ്ടെങ്കിലും നമുക്ക് അവിടെ മാർക്ക് പോകും. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ എഴുതാം, രണ്ടും കൂടെ മിക്സപ്പ് ചെയ്ത് എഴുതണോ, അത് രണ്ടായിട്ട് എഴുതണോ, എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി വേ ഞാൻ പറഞ്ഞുതരാം. പ്രസന്റ് മെഡിക്കൽ പാരഗ്രാഫ് നമുക്ക് 2 പാരഗ്രാഫിൽ എഴുതാം. അപ്പോൾ ഒരു പാരഗ്രാഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു കണ്ടീഷൻ എഴുതി അതിൻ്റെ ഡയഗ്നോസ്റ്റിക് വാല്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻറ്റേഷൻസ്, അതിൻ്റെ മാനേജ്മെൻറ്റ് എഴുതുക. അതുപോലെ തന്നെ അടുത്ത പാരഗ്രാഫിനകത്ത് ഓൾസോ എന്ന് പറഞ്ഞിട്ട് അടുത്ത കണ്ടീഷനും എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, പേഷ്യൻറ്റിന് ഹൈപ്പോടെൻഷനായി ഡിസിനസ് ആയത് കാരണം താഴെ വീണ ഒരു പേഷ്യൻ്റ് എന്തോ ഒരു ഇഞ്ചുറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇന്ന ദിവസം പേഷ്യൻ്റ് അഡ്മിറ്റായി ഓൺ 10 January 2022 മിസ്റ്റർ ജോർജ് വാസ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ ഫോളോവിങ് എ ഫോൾ. അപ്പോൾ ഡ്യൂറിങ് അസസ്മെന്റ് ഹി വാസ് ഫൗണ്ട് ടു ഹാവ് എന്നതൊക്കെയോ കണ്ട് നമ്മൾ എന്തൊക്കെയോ ഡയഗ്നോസ് ചെയ്തു, ഫോർ വിച്ച് ഹി ഹാസ് അണ്ടർഗോൺ വേരിയസ് എന്തൊക്കെയാണോ മാനേജ്മെന്റ് ചെയ്ത് നമ്മളതെല്ലാം എഴുതി. ഇനി അത് കഴിഞ്ഞിട്ട് താഴത്തെ പാരഗ്രാഫിനകത്ത് നമുക്ക് ഹൈപ്പോടെൻഷൻ എഴുതാം. അപ്പോൾ നമുക്കതെങ്ങനെ എഴുതാം, അപ്പം നമുക്കിങ്ങനെ എഴുതാം ഓൾസോ, അല്ലെങ്കിൽ ഇൻ അഡീഷൻ, അല്ലെങ്കിൽ അഡീഷൻലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിനും ഒരുമിച്ച് പോകുന്ന കണ്ടീഷനാണ്. അപ്പോൾ ഓൾസോ മിസ്റ്റർ ജോർജ് ഹാസ് കംപ്ലൈൻറ്റ് ഓഫ് ലൈറ്റ് ഹെഡഡ്നെസ് അല്ലെങ്കിൽ ഡിസിനസ് അപ്പോൺ അഡ്മിഷൻ. On assessment, his blood pressure was
90/50 mm/Hg എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിന് വേണ്ടി മാനേജ്മെന്റ് എന്താണോ ചെയ്തത് ആ മാനേജ്മെന്റ് എഴുതിയാൽ മതി. ഇപ്പം ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ പേഷ്യന്റ് മേ ബി ഹൈപ്പർ ടെൻസി ഡ്രഗ് എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യന്റ് ആയിരിക്കും. അതിന്റെ എന്തെങ്കിലും സൈഡ് എഫക്ട് അല്ലെങ്കിൽ ഡ്രഗ് റിയാക്ഷൻ ആയിട്ട് ഇപ്പൊ ഹൈപ്പോ ആയിപ്പോയി എന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലെറ്ററിൽ തന്നെ ഇങ്ങനെയാണ് ആ പേഷ്യന്റ് ഓൾറെഡി അമ്ലോഡിപ്പിൻ 10 mg എടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഹൈപ്പോ ടെൻഷൻ കൺഫേം ചെയ്തതുകൊണ്ട് അവർ 10 mg മാറ്റി 5 mg ആക്കി. അപ്പം നമുക്ക് എഴുതാം മിസ്റ്റർ ജോർജ് ഹാസ് ഹാഡ് ഹൈപ്പർ ടെൻഷൻ സിൻസ് ഈ വർഷം ആൻഡ് ഓൺ അമ്ലോഡിപ്പിൻ 10 mg എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതാം ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ ഡ്യൂറിങ് അഡ്മിഷൻ he complained of lightheadedness and on assessment his blood pressure was 90/50 mm/Hg. Therefore, his antihypertensive medication medications dosage has been reduced from 10 mg to 5 mg എന്ന് എഴുതാം. ഇല്ലെങ്കിൽ അത് നമ്മളത് ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എഴുതിയിട്ട് therefore his usual antihypertensive drug amlodipin's dosage has been reduced from 10 mg to 5 mg. നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഒന്നെങ്കിൽ നമ്മൾ പേഷ്യന്റ് ഹാസ് ഹാഡ് ഡിസീസ് കണ്ടീഷൻ ഉണ്ടെന്ന് എഴുതിയിട്ട് ഇന്ന മെഡിക്കേഷൻ ആണെന്ന് എഴുതി കഴിഞ്ഞിട്ട് ഈ സിനാരിയോ എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ മാനേജ്മെന്റ് ആയിട്ട് ഡോസേജ് കുറച്ചൊന്ന് എഴുതാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഹിസ് യൂഷ്വൽ ഡ്രഗ് എഴുതിയേക്കണം. ഹിസ് യൂഷ്വൽ ഡ്രഗ് എന്ന് എഴുതി കഴിഞ്ഞാൽ അത് പേഷ്യന്റ് നേരത്തെ മുതലെടുത്തുകൊണ്ടിരിക്കുന്ന എന്നുള്ള മീനിങ് അവിടെ വരത്തുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫിനകത്ത് നമ്മൾ ഹൈപ്പോ ടെൻഷൻ എഴുതി അതിന്റെ മാനേജ്മെന്റ് എഴുതി. അപ്പോൾ ഇങ്ങനെ രണ്ട് പാരഗ്രാഫിലായിട്ട് രണ്ട് കണ്ടീഷൻ എഴുതുവാണെങ്കിൽ റീഡറിന് ഒത്തിരി ക്ലാരിറ്റി കിട്ടും. അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതല്ലാതെ നിങ്ങൾക്ക് ഒരുമിച്ച് എഴുതണമെങ്കിലും എഴുതാം, കുഴപ്പമില്ല. ബട്ട് അത് ഒത്തിരി മിക്സപ്പ് ആയി അതൊരു ക്ലാരിറ്റി ഇല്ലാതെ ആവാതെ പോകരുത്. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ഇത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഓൾമോസ്റ്റ് എല്ലാ ലെറ്ററിലും തന്നെ യു ആർ ദ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഹോം വിസിറ്റിന് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യുക. ഓക്കെ, അതായത് നമ്മളിങ്ങനെ എഴുതുക. അത് ഈസിയായിട്ട് എങ്ങനെ എഴുതാം? മിസ്റ്റർ ജോർജ് ഹാസ് ബീൻ അണ്ടർ അവർ നഴ്സിംഗ് കെയർ ഫോർ ദ ഫോളോ അപ്പ് ഓഫ് ഹിസ് അൽഷിമേഴ്സ് ഡിസീസ് വിച്ച് ഹാസ് സ്റ്റാർട്ടഡ് സിൻസ് അല്ലെങ്കിൽ വിച്ച് ഹി ഹാസ് ഹാഡ് സിൻസ് 2010 അങ്ങനെ എഴുതാം. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം മിസ്റ്റർ ജോർജ് ഹാസ് ഹാഡ് അൽഷിമേഴ്സ് ഡിസീസ് സിൻസ് 2010 ആൻഡ് ഹാസ് ബീൻ അണ്ടർ അവർ നഴ്സിംഗ് സർവീസ് സിൻസ് ദെൻ അങ്ങനെയും എഴുതാം. അതിലേതെങ്കിലും ഒരു രീതിയിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ ബാക്കിയുള്ള കേസ് നോട്ട് എഴുതാവുള്ളൂ. ഇനി ഒരു കണ്ടീഷന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെയായി. രണ്ട് കണ്ടീഷൻ, അതായത് പണ്ടത്തെ ഡിസീസ് കണ്ടീഷൻ അതിപ്പം വേഴ്സൺഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ പേഷ്യന്റെ പേര് എഴുതി ഹാസ് ഹാഡ് ഇൻ കണ്ടീഷൻ സിൻസ് ഇൻ വർഷം ആൻഡ് ഓൺ ഇൻ മെഡിക്കേഷൻ റീസൺലി he was admitted to the hospital on ഡേറ്റ് എഴുതുക. ഇത് കംപ്ലയിൻസ് ഓഫ് ബാക്കിയുള്ളത് സാധാരണ എഴുതുന്ന പോലെ തന്നെ എഴുതാം. ഇനി രണ്ട് കണ്ടീഷൻസ് ആണ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പഴയ ഒരു കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാസ് ഹാഡ് ഇട്ട് എഴുതുക. പുതിയ കണ്ടീഷൻ ആണെങ്കിൽ ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ അപ്പോൺ അഡ്മിഷൻ ഈ കംപ്ലൈൻറ്റ് ഓഫ് എന്ന് പറയുന്നത് ആ പുതിയ കണ്ടീഷൻ നമുക്ക് എഴുതാം. ബട്ട് രണ്ട് പാരഗ്രാഫിലാക്കി എഴുതാൻ ശ്രദ്ധിക്കുക. സോ ഇങ്ങനത്തെ ഒരു കുറച്ച് കൺഫ്യൂഷൻസ് ആണ് നമ്മുടെ ഈ 2.0 തന്നെ ഒരു ഇടയ്ക്ക് വന്ന ഒരു അപ്ഡേഷൻ. ഈ 2021 ഒരു മിഡിൽ തൊട്ട് വരുന്ന എല്ലാ കേസ് നോട്ടിനകത്തും നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകത, ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഇങ്ങനത്തേത്. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പം നിങ്ങൾ ആരും ഒത്തിരി പാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് ഈ ഒരു ടിപ്സ് മാത്രം യൂസ് ചെയ്ത് നിങ്ങൾ അവിടെ നിന്ന് ഇട്ടാൽ മതി. അപ്പം നമുക്ക് ആ ഫ്ലോ കിട്ടും. പ്രസന്റ് മെഡിക്കൽ പാരഗ്രാഫ് എങ്ങനെ എഴുതണം എന്നുള്ളത് ഫ്ലോ കിട്ടും. അതിലും ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ ഇവാലുവേറ്റർ അതൊരു റീഡറാണ്. അയാൾ വായിക്കുന്ന സമയത്ത് അവർക്കത് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. എന്തിനാണ് നിങ്ങൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സായിട്ട് പോകുന്നത്, അത് കാരണം എന്താണ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം എന്തോ സംതിങ് നമ്മൾ കണ്ടു അതിനെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ എഴുതുന്നത്. ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലെ തന്നെ കാര്യങ്ങൾ എഴുതുന്നു. ബട്ട് രണ്ട് കണ്ടീഷനുണ്ട്. ചിലരത് എഴുതുമ്പോൾ ആകപ്പാടെ മിക്സപ്പ് ആയി പോവും. ഒരു കണ്ടീഷനെ മാനേജ്മെന്റ് ചിലപ്പോൾ നമ്മൾ എഴുതാതെ വിട്ടുപോകും, ചിലപ്പോൾ നമ്മളത് ഓർക്കത്തില്ല. അപ്പോൾ പിന്നെ ആ കണ്ടീഷൻ എഴുതിയത് എന്തിനാണെന്ന് പോലും മീനിങ് ഇല്ലാതെ ലെറ്റർ ആയി പോകും. അപ്പോൾ അങ്ങനെ പല സിനാരിയോസ് സംഭവിക്കാം. സോ നിങ്ങൾ നേരത്തെ ഇതുപോലത്തെ ലെറ്റേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന കുറച്ച് ലെറ്റേഴ്സിലൊക്കെ ഇങ്ങനത്തെ കുറച്ച് സിനാരിയോസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണും. അപ്പോൾ അതിന് ലെറ്റർ എഴുതിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അതിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലാരിറ്റി എടുക്കാം. അതിലെ ഫയൽസിൽ പോയിട്ട് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാരാളം റൈറ്റിംഗ് ടാസ്ക് കിട്ടാം. പുതിയതും പഴയതുമായിട്ടുള്ള ധാരാളം റൈറ്റിംഗ് ടാസ്ക്, സ്പീക്കിംഗ് ടാസ്ക്, അതുപോലെ തന്നെ അതിൽ ഞാൻ ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് റീഡിങ്ങിൻ്റെയും ലിസണിങ്ങിൻ്റെയും.
മെറ്റീരിയൽസും. സോ അത് കുറച്ചും കൂടി എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. സ്പീക്കിങ്ങിനിട്ടിരിക്കുന്ന ആ റോൾ പ്ലേസ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് 2020, 21, 22 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ് കിടക്കുന്നത്. സോ അതൊക്കെ നിങ്ങൾ കുറച്ചും കൂടി യൂസ് ചെയ്യുക, അതൊക്കെ എഴുതി പഠിക്കുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾ മാക്സിമം ഒരു കുറഞ്ഞതൊരു 10 ലെറ്റേഴ്സ് എങ്കിലും നമ്മുടെ ഒഫീഷ്യൽ OET ആൻസർ ഷീറ്റിൽ എഴുതി പഠിക്കുക. എന്നാലും നിങ്ങൾക്ക് ലെറ്റർ കൗണ്ട് എങ്ങനെയാണെന്ന് കുറച്ചും കൂടി ഒരു എവിടം വരെ എഴുതുമ്പം നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് അനുസരിച്ച് ഒരു 200 റേഞ്ച് എത്തും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറേ വേർഡ്സ് ഒക്കെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റില്ല, അങ്ങനത്തെ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക്, അതായത് ഡിസീസ് കണ്ടീഷൻസ് ചെയ്ത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഡയബറ്റീസ് മെലറ്റീസ് ചെയ്യണമെങ്കിൽ ഡയബറ്റീസ് ഒരു ലൈനിലും മെലറ്റീസ് താഴെ എഴുതാൻ പറ്റില്ല. ഡേറ്റ് എഴുതുമ്പം ഇപ്പം 8 ജാനുവരി എഴുതിയിട്ട് 2022 താഴെ എഴുതാൻ പറ്റില്ല. സോ അങ്ങനത്തെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പേപ്പറിലൊക്കെ എഴുതി പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ക്ലാരിറ്റി ആവുള്ളൂ. സോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞ ഈ റൂൾസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഇട്ടേക്കാം. സോ നിങ്ങൾക്കത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് പ്രസന്റ് മെഡിക്കൽ പാരഗ്രാഫിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കണം എന്നുള്ള എൻ്റെ വീഡിയോസിൽ നിന്നുള്ളതിനെ കുറച്ച് അബ്സ്ട്രാക്ഷൻസ് ഞാൻ ഇട്ടേക്കാം. അത് റെഫർ ചെയ്യാൻ മറക്കരുത്. അത് എഴുതി വെച്ച് അത് മനസ്സിലാക്കി ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ എഴുതാൻ പഠിക്കുക. ഓക്കെ, സോ ഇത് ഇത്രയും ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി വേറൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.